ജെന്നി, നീയായിരുന്നു എൻ്റെ മൂലധനം. നിന്റെ കണ്ണുകൾ എനിക്ക് ദരിദ്രരെ കാണിച്ചു തന്നു. നിന്റെ ചുണ്ടുകൾ വിശപ്പിനെ അവതരിപ്പിച്ചു. അസമത്വങ്ങളുടെ വേലിയേറ്റിറക്കങ്ങളെ കടൽ പോലെ നിറച്ചു തന്നു നിന്റെ നിശ്വാസങ്ങൾ. നമ്മൾ പരസ്പരം കടപ്പെട്ട് കരുതലുള്ളവരായി ജീവിക്കാൻ ഉറപ്പിച്ചത് നീയായിരുന്നു. അന്യതയിലും നമ്മളുണ്ടെന്ന് നിന്റെ വിരലുകൊണ്ട് എൻ്റെ നെഞ്ചിൽ നീ എഴുതി. ജെന്നി, നിന്റെ സഹനമായിരുന്നു നമ്മുടെ മൂലധനം. ശാന്തമായൊരിടത്തിരുന്ന് രാഷ്ട്രീയത്തെയും പ്രണയത്തെയും വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ഇങ്ങനെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി 3 ചെറുപ്പക്കാരൊരുക്കിയ ഒരാശയമുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ. ഒരു തുറന്ന വായനശാല. ഇതൊരു 6 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓപ്പൺ റീഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. സംഭവം നമ്മൾ ആക്ച്വലി കബൺ പാർക്കിൽ കബൺ റീഡ്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ആ സെയിം ചാപ്റ്റർ ഇവിടെ തുടങ്ങാമെന്ന് വെച്ചത്. ഞങ്ങൾ 3 ക്യൂറേറ്റേഴ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാനും രേവതിയാണ് മാനേജ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ സാറ്റർഡേ മോർണിംഗ്സ് രാവിലെ 8 to 11 ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളെല്ലാവരും വന്ന് മിണ്ടാതിരുന്ന് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏക അജണ്ട. കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ കുടിച്ച് പിരിയുന്നു. അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ. പരസ്പരം ഒരു പരിചയവുമില്ലാത്തവരാണ് ട്രിവാൻഡ്രം റീഡ്സ് എന്ന ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 1 മുതൽ എല്ലാ ശനിയാഴ്ചയും ഇവർ ഒത്തുകൂടും, ഒരുമിച്ചിരുന്ന് വായിക്കും. വട്ടിയൂർക്കാവ് സ്വദേശി ബിന്നി ബാബുരാജിൽ നിന്നാണ് ഈ കൂട്ടായ്മയുടെ പിറവി. ഞങ്ങൾ ആക്ച്വലി 3 പേരായിരുന്നു. നമ്മുടെ റീഡിംഗ് റൂമിലെ ഗായത്രി, പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന രേവതി, പിന്നെ ഞാനും. അപ്പോൾ ഞങ്ങൾ 3 പേരായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർക്കെല്ലാവരുടെ തിരക്കുണ്ട്. സോ ഓരോ ആഴ്ച പറ്റുന്ന ആൾക്കാർ വരിക, ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ള മോഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ക്രൗഡ് ഫേസിങ് കമ്മ്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പം അതിനായിട്ടാണ് ഒരു സൈലൻറ്റ് റീഡിങ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ. അതാകുമ്പോൾ നമ്മൾ സംസാരിച്ച് പരിചയപ്പെടണമെന്നില്ല, ബുക്ക് വായിച്ച് പരിചയപ്പെട്ടാൽ മതി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. വായന മരിച്ചിട്ടൊന്നുമില്ല. ഇവിടെ വരുന്ന ആൾക്കാരിൽ ചിലരൊക്കെ ഷെൽഫ് കണക്കിനാണ് ബുക്ക് വായിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പില്ല, പിന്നെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസും ഇല്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഫിസിക്കൽ മീറ്റപ്പാണ്. ഇവിടെ വന്ന് സംസാരിച്ച് പരിചയപ്പെടാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ ആക്ച്വലി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇൻട്രാക്ഷനും ഇല്ല. ഇത് കമ്മ്യൂണിറ്റി വൈസ് ഇവിടെ വന്ന് കണ്ട് സംസാരിച്ച് ബുക്കുകളെ പറ്റി, ആശയങ്ങളെ പറ്റി സംസാരിക്കുന്നവരേ ഉള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് എന്തുകൊണ്ടും ഭേദം രാവിലെ ഈ ടൈമിൽ ഇവിടെ വന്നിരുന്ന് റീഡ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ പഠിത്തം ആയാലും അതെല്ലാം കാരണം നമുക്ക് വായിക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു ആവന്യൂ ആയിട്ടാണ് ഞാൻ ഈ ട്രിവാൻഡ്രം റീഡ്സ് കാണുന്നത്. ഈ റീഡിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ എല്ലാവരും വീട്ടിൽ ഇരുന്ന് മൂടിയായിട്ട് ഒരു അടച്ചിട്ട സ്പേസിൽ വായിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ട് ബെറ്ററാണ്. വായനക്കാരുടെ എണ്ണത്തിലും അഭിരുചിയിലുമൊക്കെ വ്യത്യാസമുണ്ടാകും. എങ്കിലും വായന മരിക്കില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. നിരന്തരം മനുഷ്യനെ നവീകരിച്ച് അത് അവനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും.